ആ അതങ്ങനെ ചെയ്താൽ മതി. എന്താ ഇത്? എന്താന്ന് കണ്ടില്ലേ? ആരോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന്? ആരോട് ചോദിക്കണം? പത്തിരുപത്തെട്ട് വയസ്സായ എന്റെ മകനെ കാണാതായ ഒരച്ഛന്റെ മനസ്സ് വേദനിക്കില്ലേ? അതുകൊണ്ട് എന്റെ മകനെ കാണാതായെന്നും പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, വാർത്തയും കൊടുത്തു. എന്റെ മകനെ കാണാനില്ല എന്ന് പരാതി കൊടുക്കാൻ ഞാൻ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? അവനെ കാണാതെ പോയതൊന്നും അല്ല, ഇവിടെ ഉള്ള ആരും അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് സ്വയം തീരുമാനിച്ചുറപ്പിച്ച് പോയതാ. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ദേ, നിങ്ങൾ മാഷിന്റെ കൂടെ 24 മണിക്കൂർ ചുറ്റിക്കറങ്ങി നടക്കുമല്ലേ? പറഞ്ഞു കൊടുത്തുവിടായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഓരോന്നും ചെയ്തു വെച്ചിട്ട് വന്നിരിക്കുന്നു. കൊട്ടക്കണക്കിന് നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ടല്ലേ നിന്റെ മോൻ പോയത്? എന്റെ കയ്യിൽ നിന്ന് സ്വത്തും പണവും പറ്റിച്ചു വാങ്ങി നാട് വിട്ടവനെ ഞാൻ വെറുതെ വിടണോ? അവൻ എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് സ്വത്തും പണവും തിരിച്ചു വാങ്ങിയിരിക്കും ഞാൻ. ഓ അങ്ങനെ. ഈ താലി എന്റെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് കാണാം. കാണാം. അമ്മയില്ലാത്ത പെൺകുട്ടിയെ സങ്കടപ്പെടുത്തി ചതിച്ചു പോയവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. ഓടിപ്പോയനെ പിടിച്ചുകൊണ്ടുവന്ന് ചാരുമോളുടെ മുന്നിൽ മാപ്പ് പറയിപ്പിച്ച് എല്ലാം തിരിച്ചു വാങ്ങിയിരിക്കും ഞാൻ. ഓഹോ, അവൻ ഓടിപ്പോവാനുള്ള കാരണം എന്താ? ദേ, ഈ നിൽക്കുന്ന ഇവൾ ഒറ്റ ഒരുത്തി കാരണം എന്റെ മോൻ പോയത്. ഇഷ്ടമില്ലാത്തവളെ തലയിൽ കെട്ടി വെക്കാൻ നോക്കിയ ആരായാലും ഓടിപ്പോവും. ഇനി ആകാശം എന്നാണാവോ അരവിന്ദനെ പോലെ ഓടിപ്പോവാൻ പോകുന്നത്. അശ്വതി, ഇവളെ വിളിച്ചോണ്ട് പോ. അമ്മേ, എന്താ അമ്മേ? ദേ, ഞാൻ ജീവനോടിരിക്കുമ്പോ അരവിന്ദനെ നിങ്ങൾക്ക് കിട്ടില്ല.